ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ മിനി മാക്സ് സീരീസിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്റർ നിന്നാണ്. എടാ ചോദ്യം നോക്കിയടാ. 2 motorists traveling in opposite direction meet at a point midway. After this, they take 9 hours and 16 hours respectively to reach their destination. What is the ratio of their speed? പറഞ്ഞ ഇത്രയേ ഉള്ളൂ. രണ്ട് പേര് ഒരു സ്ഥലത്തു നിന്നും, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ടും വേറൊരാൾ ബിയിൽ നിന്ന് എയിലോട്ടും പോവാണ്. അപ്പോൾ എയിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു മിഡ് പോയിന്റിൽ എവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എയിൽ നിന്ന് വരുന്ന ഒരാൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബിയിലെത്താൻ 9 hours ബിയിൽ നിന്ന് വരുന്ന ഒരാൾ എയിലേക്ക് എത്താൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 16 hours എടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്കിടയിലുള്ള വെലോസിറ്റി റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. പല ചോദ്യങ്ങളോട് ചോദിക്കുക, 2 ചോദ്യങ്ങൾ മെയിനായിട്ട് ചോദിക്കാറുള്ളൂ. ഒന്ന് ഇവിടെ മീറ്റിംഗ് ടൈം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. വേറൊന്ന് ഈ ചോദ്യത്തിൽ ചോദിച്ച പോലെ അവരുടെ വെലോസിറ്റി റേഷ്യോ, അതായത് V1/V2 എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഈ 2 ചോദ്യങ്ങളാണ് ഈ ടൈപ്പിൽ മെയിനായിട്ട് ചോദിക്കാറ്. രണ്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മീറ്റിംഗ് ടൈം കാണാൻ ഇത്രയേ ഉള്ളൂ, √T1 T2. ഈ 2 ടൈം, അതായത് ഈ കാണുന്ന 9 hours ആണ് T1, ഈ 16 hours ആണ് T2. ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ മീറ്റിംഗ് ടൈം കിട്ടും. അതുപോലെ തന്നെ വെലോസിറ്റി റേഷ്യോ കാണാൻ ഇത്രയേ ഉള്ളൂ, √T2/T1. പ്രത്യേകം ശ്രദ്ധിക്കണം, വെലോസിറ്റി റേഷ്യോ V1/V2 എന്ന് പറയുന്നത് √T2/T1. അപ്പോൾ ഈ 2 ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടത് വെലോസിറ്റി റേഷ്യോ ആണ്. എന്താ വെലോസിറ്റി റേഷ്യോ ഇക്വേഷൻ എന്താ? V1/V2 √T2/T1. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ T2 എന്ന് പറയുന്നത് 16 hours ആണ്, T1 എന്ന് പറയുന്നത് 9 hours ആണ്. അപ്പോൾ രണ്ടിൻ്റെ കൂടെ ഇത് കിട്ടും √16/9. എത്ര കിട്ടുക? 16/9 എന്ന് പറഞ്ഞാൽ 4/3. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി 4:3 ആണ്. അതുപോലെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള വേറെ ചോദ്യമാണ് ഇവരുടെ മീറ്റിംഗ് ടൈം. മീറ്റിംഗ് ടൈം എന്താണ് നോക്കിയേ. മീറ്റിംഗ് ടൈം √T1 T2. T1 എത്രയാണ്? 9 ആണ്. T2 എന്ന് പറഞ്ഞാൽ 16 ആണ്. 9 × 16 നമുക്കറിയാം 144 ആണ്. അതിൻ്റെ റൂട്ട് എത്രയാണ്? 12 hours ആണ്. അപ്പോൾ ഇവരുടെ മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 12 hours ആണ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള വേറെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ടോട്ടൽ ടൈം ചോദിക്കാം. ഈ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾ ബിയിലേക്ക് എത്താൻ എത്ര സമയം എടുത്തു? അപ്പോൾ നമുക്കറിയാം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾ മീറ്റ് ചെയ്യാൻ 12 മണിക്കൂറാണ്. അതുപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് എത്താൻ 9 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ 21 മണിക്കൂറാണ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾ ബിയിൽ എത്താൻ എടുക്കുന്ന സമയം. അതുപോലെ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളോ മീറ്റ് ചെയ്യാൻ 12 മണിക്കൂറാണ്. അതിനുശേഷം 16 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 12 + 16 എത്രയാണ്? 28 മണിക്കൂർ. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് ചോദ്യം വേണമെങ്കിലും ഈ ടൈപ്പ് ചോദിക്കാം. SSC RRB പരീക്ഷകൾക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം ഒന്ന് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.